എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ മാറിൽ മയക്കം ലോകനവാകെ എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ. നിനക്കെന്നെ തിരക്കണോടാ. എന്താടാ എങ്ങനെയുണ്ട് നിന്റെ ചൊറിച്ചില്? വല്ലാത്ത ചൊറിഞ്ഞല്ലേ സാറേ, ചൊറിഞ്ഞു പല ലോകം കണ്ടു സാറേ. നീ ഇനി ഷഡ്ഡിടാണ് പുറത്തിറങ്ങോടാ. ഷട്ടിയില്ലാതെ എൻ്റെ ആയുസിൽ ഞാൻ പുറത്തിറങ്ങും. 2 ഷട്ടിയെങ്കിലും ഇട്ടുകൊണ്ടേ ഞാൻ പുറത്തിറങ്ങും. സാറേ അയ്യോ നീ വലിയ പാട്ടുകാരനാണല്ലേ. ഇനി ഞാൻ പാടില്ല സാറേ. നേരത്തെ പാടിയ പാട്ടൊന്ന് പാടിക്കേ. സാറേ ഇതൊന്നും അടിക്കാൻ പറഞ്ഞു സാർ. അതിനാ പൊട്ടിപ്പാടാം സാർ. പൊട്ടിപ്പാട്. മിനി ഒന്ന് അയച്ചു കൊടുത്ത്. കല്ലേടാ അങ്ങോട്ട്. സാറേ ഒന്ന് ഇരുന്നോട്ടെ സാറേ. ഇരിക്കും സാറേ ചായ സാറെന്താ എഴുതിയിരിക്കണം? ചുമ്മാ നീ എവിടെ ഇരി. വേണ്ട സാർ. ആ നീയും പാട്ടുകാരനല്ലേ, ഇരിക്കടാ. ആ തുടങ്ങി. Hasta que hacen. Sowieso bagay. ¿Qué tal? अच्छा गा रहा था वो. മിനി മിനി പിടിച്ച സെറ്റ് സാറേ ഇനി ഒരു കുഴപ്പവും കാണിക്കില്ല സാറേ. സാറേ ഒരു പൊട്ടൊക്കെ സാർ. എന്താ അതിൻ്റെ അകത്ത്? ഒരു കോഴ്സില്ലാതെ നിൽപ്പണില്ല. നിനക്ക് എത്ര പിള്ളേരുണ്ടാ? 2 പിള്ളേർ. എന്ത് പ്രായേ? 16, 14. അവർക്ക് നീ കാലത്ത് എന്താണ് തിന്നാൻ കൊടുക്കുന്നത്? പുട്ട്, ഇഡലി. ഇഡലിയുടെ കൂടെ ചമ്മന്തിപ്പടിക്ക് വരുന്ന ഇതാണോ കൊടുക്കുന്നത്? ഇല്ല. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് നീ കുറച്ച് എടുക്കാറുണ്ടോ? ഇല്ല. വൈകിട്ട് കഞ്ഞിയുടെ കൂടെ? ഇല്ല. അപ്പൊ നിനക്കറിയാം ഈ സാമാനം കഴിച്ചാൽ ക്യാൻസർ വരുമോ നിനക്കറിയാം അല്ലടാ. നാട്ടുകാരുടെ പിള്ളേരെ വല്ല അസുഖം ചത്തോട്ടല്ലേ? എന്താണ് അതിന്റെ നാവിറങ്ങിപ്പോയോ? എടാ നിന്നോട് ചോദിച്ചേ. മറന്ന വെള്ളത്തിൽ പല്ലിൽ പെണ്ണ് വെള്ളത്തിൽ ചാടി.
ये वही वाला सीन है ना जो स्टार्टिंग में दिखाया था। तालिश शायद वही वाला है। नहीं कोई दूसरा है तो क्या नहीं, कुछ कोई एक्सीडेंट हो गया शायद। कोई गिरा तो नहीं? എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ബൈക്കിൽ ഇതൊരു പാസ് ചെയ്യായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഒരു കൊച്ചിനെ എറിയുന്നു. പുറകെ അവരും എടുത്ത് ചാടി. अच्छा अच्छा एक औरत कूदी ना उसमें बच्चे के साथ। അവരെയും കൊണ്ട് അങ്ങോട്ട് നീന്തി പോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സാർ ഞാൻ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട് നേവിയിലാണ്. ഹീസ് എ ഗുഡ് സ്വിമ്മർ. സാർ ദോ അവിടെ ഒരു ബോട്ട് കാണുന്നില്ലേ, അവർ ആ ഡയറക്ഷനോട്ടാണ് സ്വിം ചെയ്യുന്നത്. ഇതെന്താണ്? സാർ ഇതാ ലേഡിയുടെ ബാഗാണ്. നമ്പർ വിളിച്ചു. നമ്പർ എന്ന് പറഞ്ഞു 9895284084. ആ ബോട്ട് എങ്ങോട്ടാണ് അടുപ്പിക്കുന്നതെന്ന് വല്ല ഇൻഫർമേഷൻ കിട്ടിയോ? എടാ വണ്ടി റോറോ ജെറ്റിലേക്ക് വിട്. സാറേ ഈ ബാഗ് ഒന്ന് ചെയ്താലോ? ആ നെയ്ക്കാരൻ തന്നാ. ഓ സൂയിസൈഡ് നോട്ടാണല്ലോ. अच्छा सुसाइड नोट। अच्छा സ്നേഹമുള്ള എല്ലാവർക്കും, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, എല്ലാവരോടും ഇഷ്ടമേ ഉള്ളൂ, എന്നെ വെറുക്കരുത്. കുഞ്ഞുമോളെയും കൊണ്ട് ഞാൻ പോകുന്നു. രാജീവ് ഏട്ടനോട്, കുഞ്ഞേട്ടാ എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ, കുഞ്ഞേട്ടൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക, അടുത്ത ജന്മം ഒരുമിച്ച് ജീവിക്കണം, എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം, എന്നെ വെറുക്കരുത്. മീര രാജീവ് കുടുംബം. ഇത് എഴുതിയിട്ടുള്ളവരുടെ ഒരു മാനസികാവസ്ഥ. വല്ല പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. ബ്ലോക്കാണല്ലോ. ആംബുലൻസ് ആണല്ലോ. വണ്ടി കയറി. ഇത് എവിടെ നിന്ന് വരുന്ന ആംബുലൻസ് ആണ്? റോറോ ജെട്ടിയിൽ വെള്ളത്തിൽ വീണ സ്ത്രീയാണ് സാറേ. ഇവരുടെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു. കൊച്ചിനെ കിട്ടിയോ? കൊച്ചു മരിച്ചെന്ന് തോന്നണം സാറേ. ये वही औरत है शायद। വണ്ടി 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 वही होगी जो खुद ही थी इसमें। വാ 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 വാ. പോട്ടെ 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 പോട്ടെ. ആ ഇങ്ങോട്ട് ചേർത്ത് ഒതുക്കിയെടുക്ക്. വണ്ടി എടുക്ക് വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. വാ 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 ഫ്രണ്ടിലേക്ക് വാ. പോട്ടെ 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 പോട്ടെ. വണ്ടി 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 വണ്ടി. ഇങ്ങോട്ട്. പോട്ടെ പോട്ടെ. സ്ത്രീയെ മാത്രം ആംബുലൻസ് കയറ്റി വിട്ടെന്നാണാവോ? ആ കൊച്ചിനെ ഇനി കിട്ടിയില്ലായിരിക്കും. हाँ वही है वो। മരിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീക്കെതിരെ മർഡർ കേസാണ്. ओ ये रही बच्ची। ആരും കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് എന്താണ്? കുട്ടി മരിച്ചുപോയി സാർ, അതാണ് ബോഡി എടുക്കാൻ. ओ, കുട്ടി മരിച്ചു നിങ്ങളെങ്ങനെ സ്ഥിരീകരിച്ചത്? ഡോക്ടറല്ലേ പറയേണ്ടത്? हाँ वही तो, हॉस्पिटल तो ले जाना चाहिए ना उनको। എന്ത് പറ്റി? ഈ കൊച്ചിയുടെ ഒരു സ്ത്രീ ആത്മഹത്യ വേണ്ടി വെള്ളത്തിൽ ചാടിയതാണ്. ചെറിയ ഹാർട്ട് ബീറ്റ് ഉണ്ട്, പെട്ടെന്ന് സെക്ഷൻ എടുക്കൂ. चलिए उसकी लोग ऐसे ही बोल देते हैं कि ये मर गई। सही उसने फटाफट हॉस्पिटल लेके आई है, ജീവനുണ്ട്. बिल्कुल जिंदा है। രക്ഷപ്പെട്ട മതിയായിരുന്നു. സോറി സർ, റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു.
സാധാരണ വെള്ളത്തിൽ വീഴുന്ന കേസുകൾ ഒരു 10-15 മിനിറ്റ് ശ്വാസം ഇല്ലാതിരുന്നാൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇതൊരു പക്ഷേ ഒരു 10 മിനിറ്റ് മുൻപ് കൊണ്ടുവന്നിരുന്നെങ്കിൽ. എന്താണ് സാറേ അവരെ രക്ഷിക്കാൻ ചെടിയാൻ നേവിക്കാരനെ ഇപ്പൊ കാണുന്നില്ല. സാർ അവനെ ഇപ്പം കാണുന്നില്ല സാർ. അവനാണ് അവരെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ സാർ? ഒരു മിനിറ്റ്. ഹലോ സാർ, ഹോസ്പിറ്റലിലാണുള്ളത്. അമ്മ രക്ഷപ്പെട്ടു. അപ്പൊ കുഞ്ഞ് കുട്ടി മരിച്ചുപോയി സാർ. ഓ സാർ ഇപ്പോൾ അതല്ല പ്രശ്നം. ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ചാടി ഒരു നേവി ഉദ്യോഗസ്ഥനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ CASFന്റെ ബോട്ടിൽ കയറിയല്ലേ അവർ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ അവിടെ അന്വേഷിക്കും. നോക്കൂ ഞാൻ ഐ വിൽ കോൾ ഹിം ബാക്ക്. അത് നിങ്ങൾക്ക് അവൻ്റെ മൊബൈലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കൂടെ? സാർ അവന്റെ മൊബൈൽ എന്റെയിലാണ് സാർ. അവൻ ചാടാൻ നേരത്തെ എന്റെ തന്നായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇതിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. जो वो भी मिसिंग है ना, जो കിട്ടുന്നില്ല. कूदा था नेवी ऑफिसर. अच्छा ഇവര് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? പേഷ്യന്റ് സെമി കോൺഷ്യസ് ആണ്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പാലത്തിന്റെ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൂടെ ചാടിയിരുന്നു. അയാളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഹലോ ഹലോ, നിങ്ങളുടെ കുഞ്ഞ് സേഫാണ്. നിങ്ങളുടെ കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ രക്ഷിച്ചാൽ ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയാമോ? നിങ്ങൾ ബോട്ടിൽ കയറ്റിയപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? अनकॉन्शियस है ना. നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ കിട്ടുന്നുണ്ടോ? वो CSF ऑफिसर का नंबर बोलिए. അവർ പറയുന്നത് അവരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ രണ്ട് കൈ താന്നു പോകുന്ന പോലെ തോന്നിയതാണ്. എന്ത് പറഞ്ഞു സാർ? പേടിക്കണ്ട, അയാൾ ഏതെങ്കിലും ഒരു ബോട്ടിലോ എവിടെയെങ്കിലും അയാൾ കയറിയുണ്ടോ? സാർ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് സാർ. നീ ഇൻഫോം ചെയ്താൽ മതി, ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞ അവൻ ചാടിയത്. ഇല്ലെങ്കിൽ ഞാൻ ചാടിയനെ. കൊച്ചിൻ ഫോർട്രസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ സാർ? അവിടെ കോസ്റ്റ് ഗാർഡ് ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മളോട് സംസാരിക്കാനായി ടൗൺ സബ് ഇൻസ്പെക്ടർ ബിജു പൗലോസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. സ്കൂൾ ജീവിതമെന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിലൊരു ഓർമ്മ പറയാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ എന്തോ തല്ലോടിത്തരം കാണിച്ചതിന് എൻ്റെ ക്ലാസ് ടീച്ചർ സിസിലിക്കുട്ടി ടീച്ചർ ചൂരിൽ വെച്ച് തുടക്കിയിട്ട് നല്ല അടി തന്നു. തുടയിലടിയുടെ പാട് വീണു. ഞാനാകെ ടെൻഷനിലായി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വീട്ടിൽ ചെന്ന് അമ്മയാണ് എന്നെ കുളിപ്പിക്കുന്നത്. അപ്പോൾ തുടയിൽ തല്ലിൻ്റെ പാട് കാണും. ടീച്ചർ തല്ലിയതാണെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കുമല്ലോ. വീട്ടിൽ നിന്നും കിട്ടും ചീത്തയും തല്ലും. ഞാൻ പനിയാണെന്ന് പറഞ്ഞ് കുളിച്ചില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോഴും പാട് പോയിട്ടില്ല. അന്ന് ഞാൻ കുളിച്ചില്ല. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം അമ്മ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ക്ലാസ്സിൽ എല്ലാവർക്കും തല്ല് കിട്ടി, എനിക്കാണ് ഏറ്റവും കുറവ് തല്ല് കിട്ടിയെന്ന്. ഇനി അഥവാ എന്നെ തല്ലിയെന്ന് പറഞ്ഞാലും സിസിലിക്കുട്ടി ടീച്ചറുടെ അടുത്ത് എൻ്റെ അച്ഛനമ്മയും പോയി ചോദിക്കില്ലായിരുന്നു എന്തിനാണ് എൻ്റെ മകനെ തല്ലിയത്.
ഇന്നും ടീച്ചറെ കാണുമ്പോൾ അമ്മ പറയും, ടീച്ചറിനെയൊക്കെ അനുഗ്രഹം കൊണ്ട് അവന് നല്ലതേ വന്നിട്ടുള്ളൂ. ഇന്ന് കാലം മാറി. വിദ്യാർത്ഥികളെ അധ്യാപകർ തല്ലുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കംപ്ലയിൻറ്റ്സ് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, അധ്യാപകരുടെ ശിക്ഷണത്തിന് സ്നേഹത്തിൻ്റെ ഒരു രക്ഷാകവചമുണ്ട്. നാട്ടുകാരും പോലീസുകാരും നൽകുന്ന ശിക്ഷയ്ക്ക് ഈ സ്നേഹത്തിൻ്റെ കവചം ഉണ്ടാവില്ല. പണ്ടൊക്കെ സ്കൂളിൽ ബെഞ്ച് കയറ്റി നിർത്തുമ്പോൾ, കൂട്ടുകാർ കളിയാക്കുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു കരുത്തും ഒരു റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുമായിരുന്നു. ഞാനിതിവിടെ പറയാൻ കാരണം, ഞാൻ ഇന്നലെയും കൂടി ഒരു ആത്മഹത്യ കണ്ടു. ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായി വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി. കുഞ്ഞു മരിച്ചു. അവരെ രക്ഷിക്കാൻ ചാടിയ മിടുക്കനായ ഒരു നെയ്യുദ്യോഗസ്ഥനെ കാണാതായി. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തില്ലാതാവുമ്പോഴാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ധൈര്യവും പറന്ന് ലോകം കീഴടക്കാനുള്ള കരുത്തും നിങ്ങൾക്ക് സ്കൂൾ ജീവിതത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അധ്യാപകരുടെ അനുഗ്രഹത്തോടെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.